പ്രിയരെ നമസ്കാരം. രാജാവിൻ്റെ ശരീരം മുഴുവൻ കറുത്തു. അന്നുമുതൽ അവൻ ഒരു വന്യമൃഗത്തെപ്പോലെ വനങ്ങളിൽ വിഹരിക്കാൻ തുടങ്ങി. അവിടെ അദ്ദേഹം കണ്ടതെല്ലാം തിന്നു. മൃഗങ്ങളും പക്ഷികളും മനുഷ്യരെയും വരെ ഭക്ഷിച്ചു. 6 മാസത്തിനുള്ളിൽ 100 യോജന വിസ്തൃതിയുള്ള വനത്തിലെ എല്ലാ മൃഗങ്ങളെയും അദ്ദേഹം വിഴുങ്ങി ഭക്ഷണമാക്കി. പിന്നീട് കാട്ടിലെ മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറി. ഒരു ദിവസം രാക്ഷസന്റെ വേഷത്തിൽ സൗദാസൻ നർമ്മദയുടെ തീരത്തുള്ള ഒരു വനത്തിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. അവിടെ ജഡിക സംയോഗത്തിൽ ഏർപ്പെട്ടിരുന്ന മുനി ദമ്പതികളെ അദ്ദേഹം കണ്ടു. സൗദാസൻ ഉടനെ തന്നെ മുനിയെ പിടികൂടി വിഴുങ്ങുവാൻ തുടങ്ങി. തൻ്റെ ഭർത്താവിനെ മോചിപ്പിക്കണമെന്ന് മുനിയുടെ പത്നി അഭ്യർത്ഥിച്ചുവെങ്കിലും അവളുടെ അപേക്ഷ ചെവിക്കൊള്ളാതെ മുനിയെ വിഴുങ്ങി. വേദനയാലും കോപത്താലും ബ്രാഹ്മണി സൗദാസനെ ശപിച്ചു. അവൻ ഒരു സ്ത്രീയുമായി സഹവസിക്കാൻ ശ്രമിച്ചാൽ മരിക്കുമെന്നും അവൻ എപ്പോഴും ഒരു രാക്ഷസനായി തുടരുമെന്നും ശപിച്ചു. ക്ഷുഭിതനായ സൗദാസൻ പ്രതികാരമായി അവരെയും തിരിച്ച് ശപിക്കുന്നു. അയ്യോ ദുഷ്ടേ, ഒരു ശാപം കൊണ്ട് മതിയായില്ലേ നിനക്ക്? എന്തിനാണ് നീ 2 ശാപങ്ങൾ ചൊരിഞ്ഞത്? അതിനാൽ നീ പിശാചായി തീരട്ടെ. ബ്രാഹ്മണി പെട്ടെന്ന് പിശാചിനിയായി മാറി. പിന്നീട് ഇരുവരും കാട്ടിൽ സംയുക്തമായി അലയുവാൻ തുടങ്ങി. ഇരുവരും സഞ്ചരിച്ച് ഒരു ദിവസം അവർ മറ്റൊരു രാക്ഷസൻ താമസിക്കുന്ന കാടിൻ്റെ ഭാഗത്തെത്തുന്നു. സ്വന്തം ഗുരുവിനെ അനുസരിക്കാതിരുന്നതിനാൽ ആ രാക്ഷസനും ഭീമാകാരമായ രൂപം നേടിയ വ്യക്തിത്വമായിരുന്നു. അവരെ കണ്ട രാക്ഷസൻ അവർ കാട്ടിലേക്ക് വന്നതിൻ്റെ കാരണങ്ങൾ ആരാഞ്ഞു. അവർ അവരുടെ തിക്താനുഭവങ്ങൾ പരസ്പരം പങ്കുവച്ചു. സൗദാസൻ ചോദിച്ചു, സുഹൃത്തെ, താങ്കൾ ആരാണ്? നിങ്ങൾ എന്ത് പാപമാണ് പ്രവർത്തിച്ചതെന്ന് എന്നോട് പറയുവിൻ. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്. രാക്ഷസൻ മറുപടി പറഞ്ഞു, ഈ രൂപം ലഭിക്കുന്നതിന് മുൻപ് ഞാനൊരു ബ്രാഹ്മണനായിരുന്നു. എനിക്ക് എല്ലാ വേദങ്ങളിലും അവഗാഹമുണ്ടായിരുന്നു. ഞാൻ മഗധയിലാണ് വസിച്ചിരുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ അറിവിലും യൗവനത്തിൻ്റെ തിളപ്പിലും അന്ധനായി ഞാൻ എൻ്റെ ഗുരുവിനെ അപമാനിച്ചു. അതാണ് എനിക്ക് ശിക്ഷ ലഭിക്കുവാനുള്ള കാരണം. അന്നു മുതൽ രാക്ഷസന്റെ രൂപം വഹിച്ച് മാംസം മാത്രം ഭക്ഷിക്കുന്നു. ഇതുവരെ എത്രയെത്ര ബ്രാഹ്മണരെ പിടിച്ചു വിഴുങ്ങിയെന്ന് എനിക്കറിയില്ല. എന്നിട്ടും എൻ്റെ വിശപ്പ് ശമിപ്പിക്കാൻ കഴിയുന്നില്ല. ഹേ ഭാഗ്യവാന്മാരെ, അതിനാൽ ഗുരുനാഥനെ ഒരിക്കലും അപമാനിക്കരുതെന്ന് ഞാൻ എല്ലാവരോടും ഉപദേശിക്കുന്നു. അപ്പോൾ സൗദാസൻ ചോദിച്ചു, എന്താണ് ഗുരു? ആരാണ് നിങ്ങളുടെ ഗുരു? രാക്ഷസൻ പറഞ്ഞു, ഹേ സഹോദര, ഗുരുനാഥൻ പല തരത്തിലുണ്ട്. ഞാൻ പ്രതിപാദിക്കുന്നത് ഏറ്റവും ആദരണീയരായ വ്യക്തികളെക്കുറിച്ചാണ്. വേദാധ്യാപകർ, മന്ത്രങ്ങൾ പ്രഘോഷിക്കുന്നവർ, സംശയ നിവാരണക്കാർ, സംരക്ഷകർ, ഭാര്യയുടെ പിതാവ്, ജ്യേഷ്ഠൻ, അമ്മയുടെ സഹോദരൻ, കുടുംബ പുരോഹിതൻ, സ്വന്തം മാതാവും പിതാവും ഉൾപ്പെടെ എല്ലാവരും ഗുരുവിഭാഗത്തിൽപ്പെടുന്നു. ഗംഗാതീരത്ത് താമസിക്കുമ്പോൾ ഗൗതമ മുനിയിൽ നിന്ന് എല്ലാ മതങ്ങളെക്കുറിച്ചും എനിക്ക് പ്രഭാഷണങ്ങൾ ലഭിച്ചിരുന്നു. ഒരിക്കൽ ഞാൻ ശിവനെ ആരാധിക്കാൻ പോയപ്പോൾ ഭഗവാനെ വന്ദിച്ചില്ല. മുനി ഗൗതമൻ എൻ്റെ പെരുമാറ്റത്തെ കാര്യമാക്കിയുമില്ല. പക്ഷേ അവഗണന കാരണം ശിവൻ എന്നെ രാക്ഷസനാക്കി മാറ്റി. ഈ രാക്ഷസന്മാർക്കിടയിൽ നടന്ന ഭക്തി നിർഭരമായ ചർച്ച അവരുടെ പാപങ്ങളെ ശമിപ്പിച്ചു. അതിനിടെ കലിംഗയിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണൻ ഗംഗാജലവും വഹിച്ചുകൊണ്ട് അവിടെ എത്തി. രാക്ഷസന്മാർ ബ്രാഹ്മണനോട് കുറച്ച് വിശുദ്ധജലം തങ്ങളുടെ മേൽ തളിക്കാൻ അഭ്യർത്ഥിച്ചു. അവർ ബ്രാഹ്മണനോട് ഗംഗയുടെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുന്നു. അവരുടെ ആ സന്നദ്ധതയിലും ഗംഗയെ വിലയിരുത്തിയതിലും സന്തുഷ്ടനായ ബ്രാഹ്മണൻ വിശുദ്ധ ഗംഗാജലം അവരുടെ മേൽ തളിച്ചു. രാക്ഷസനും പിശാചിനിക്കും അവരുടെ ദൈവിക രൂപം തിരിച്ചു കിട്ടി. പക്ഷേ സൗദാസൻ അപ്പോഴും ബ്രാഹ്മണിയുടെ ശാപത്താൽ തൽസ്ഥിതി തുടർന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ വർദ്ധിക്കുവാൻ തുടങ്ങി. പക്ഷേ അദൃശ്യമായ സരസ്വതി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ഭഗവാന്റെ നാമം ചൊല്ലുവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. സൗദാസൻ പിന്നീട് വാരാണസിയിലേക്ക് കുടിയേറി. അവിടെ അദ്ദേഹം ഭഗവാന്റെ നാമം തുടർച്ചയായി ചൊല്ലുകയും വിശുദ്ധ ഗംഗയിൽ കുളിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രാഹ്മണിയുടെയും ശാപം തരണം ചെയ്ത് അദ്ദേഹം തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങി. അവിടെ വെച്ച് വസിഷ്ഠമുനി വീണ്ടും അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷേകം നടത്തുന്നു. അതിനുശേഷം സൗദാസൻ തൻ്റെ രാജ്യം മതപരമായ മാർഗങ്ങളിലൂടെ ഭരിക്കുകയും മഹാവിഷ്ണുവിൻ്റെ പരമമായ വാസസ്ഥലം നേടുകയും ചെയ്യുന്നു. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.